ഞെട്ടിയിരിക്കുകയാണ് ചെറുതായിട്ട്. ഹായ് ഗായ്സ്, നമ്മുടെ മറ്റൊരു വ്ലോഗിലേക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇന്ന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും വിവാഹ ദിനമാണ്. യെസ്, അതിൻ്റെ എന്താ വെഡ്ഡിങ് ആനിവേഴ്സറി. സോ ആസ് പെർ മിന്നൂസ് പ്ലാൻ നമ്മൾ കുറച്ച് ലുലു ഗിഫ്റ്റൊക്കെ മേടിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇൻട്രോ എടുത്തിട്ട് പോകാമെന്ന്. ഞാൻ ഓൾറെഡി ലേറ്റാണ്. ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ലേറ്റായി. ഞാൻ നാളത്തെ വന്ന വഴിയാണ്. ഇപ്പം തൃപ്പൂണിത്തുറ കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ എന്താ, ഞാൻ വന്ന വഴിക്ക് ചായ കുടിക്കാൻ കഴിയുമ്പോൾ അവിടെ ഒരു ചേട്ടനല്ല, അവിടെ ജസ്റ്റ് തൊട്ടടുത്ത് ഞാൻ വണ്ടി കയറാൻ വന്നപ്പോഴത്തേക്കും ഒരു ചേട്ടൻ ഇങ്ങനെ പെട്രോളൊക്കെ തീർന്ന് നിൽക്കുകയാണ്. അപ്പം ഞാൻ പുള്ളിലേക്ക് കുറച്ച് പെട്രോളൊക്കെ മേടിച്ചു കൊടുത്ത് അപ്പം അങ്ങനെ കുറച്ചൊരു അരമണിക്കൂർ പോയി. സോ അവിടെയും ഡിലേ വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ തൃപ്പൂണിത്തുറ വരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ജസ്റ്റ് സർപ്രൈസ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മിന്നും ഓൺ ദ വേ ആണ്. മിന്നു ട്രെയിനിന് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഒരു സർപ്രൈസ് ആണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ആരും ഒരു ടിപ്പിക്കൽ എന്താ പറയണ്ടേ, പെട്ടെന്ന് മൈക്കോട്ട് നിങ്ങൾ ഗിഫ്റ്റ് തന്നു അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത്. അപ്പനും അമ്മയും ഇച്ചിരി പഴയ ആൾക്കാർ തന്നെയാണ്. അവരങ്ങനെ വലിയ സർപ്രൈസ് ഒന്നും എക്സ്പെക്ട് ചെയ്താലും അതങ്ങനെ സർപ്രൈസ് ആയിട്ട് അവർ പുറത്ത് പ്രകടിപ്പിക്കുന്ന ഒരു ആൾക്കാരല്ല. സോ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത്. നമുക്ക് സന്തോഷം. എന്തായാലും ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. ചേട്ടാ എന്തൊക്കെയോ അവിടെ നിന്ന് ഇറങ്ങി കേക്ക് മേടിക്കണം, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ. സോ നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് വീഡിയോ ഒന്നും എടുക്കാറില്ല, കാരണം ഞാൻ മാത്രമേ ഉള്ളൂ. പറ്റുവാണെങ്കിൽ എന്തെങ്കിലും വീഡിയോ കാണാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ നാട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചേട്ടായി വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്. എന്നാണ് നീ ഇങ്ങനെയൊക്കെ ഞാൻ ഫൈനലി ബെൽറ്റ് എടുത്തിട്ട് പിന്നെ ബെൽറ്റ് എടുത്തിട്ട് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല. നീ മാത്രം മൊത്തം ടൈമിങ് കയറ്റി. അല്ലെ പെർഫെക്റ്റ് പ്ലാനിങ് ആയിരുന്നു. ഞാൻ കറക്റ്റ് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. നീ എന്നാ പറഞ്ഞ വീട്ടിൽ ഇറങ്ങി? ഞാൻ കേക്ക് മേടിക്കാൻ പറഞ്ഞിട്ട് മമ്മി സമ്മതിക്കുന്നില്ല. നിങ്ങളൊക്കെ കേക്ക് മുറിച്ചാൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ ഒറ്റ വേണ്ടി പറ്റത്തില്ല, ഇന്ന് മുറിച്ചിട്ടേ പറ്റത്തുള്ളൂ ഇറങ്ങി പോകുന്ന. ഓ ബ്രെയിൻ ഇതൊക്കെ വരുന്നുണ്ടല്ലോ, കൃത്യമായിട്ട് വരുന്നുണ്ടായിരിക്കും. അയ്യോ, ഞാൻ സെറ്റ് ആവട്ടെ ഗൈസ്. വരുമ്പോ കാണുമോ? നമുക്ക് ക്ലൗഡ് കേക്സിനാണ് നമുക്ക് കേക്ക് മേടിക്കാനുള്ളത്. അതുപോലെ തന്നെ നമുക്കൊരു ബോക്സ് മേടിക്കാം. ബോക്സ് തന്നെ പുതിയ നിനക്ക് ഈ പാതിരാത്രിക്ക് എല്ലാം കൂടെ കിട്ടും. ഇല്ല, നമ്മുടെ തെങ്ങടെ സ്റ്റോർസ് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. ചെറുതായിട്ട് പൂട്ടിയിരിക്കുകയാണ്. അയ്യോ പുള്ളിനെ വിളിച്ചു ഞാൻ അങ്ങനെ ഒന്ന് വിളിച്ചു നോക്കണേ. നമുക്ക് ജിറ്റോനെ വിളിക്കാം. ഹലോ, എന്നാ എടുക്കുവാ? എന്നാത്തിനാ കട അടയ്ക്കുന്നത്? നാളെ ഇനിയും തുറക്കാനുള്ളതല്ലേ? പൊളിയല്ലേ ചക്കര? ഓച്ചോടാ പാവം ചക്കര, ഒരിക്കലും ഹെൽപ്പ് വേണം. വലിയ കുഴപ്പമില്ലാത്ത ഒരു ബൈൻഡ് ബോക്സ് ആ പെട്ടി എന്തേലും ഒരെണ്ണം എടുത്ത് പുറത്ത് വെക്കാവോ? ആണല്ലേ? അപ്പൊ പിന്നെ അതിനകത്ത് ഞാൻ വരുന്നതിൽ അർത്ഥം ഇല്ലല്ലേ? ഇന്നുണ്ടല്ലോ, ഇന്ന് മമ്മിയുടെ പപ്പാടെ വെഡിങ് ആനിവേഴ്സറി. അപ്പൊ അതിനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാ. വേണ്ട ഒന്നും പറയണ്ട. നമ്മള് വ്ലോഗിൽ വരാനുള്ള ജിറ്റോയെ, വ്ലോഗിലൊക്കെ വരാനുണ്ട്. നമ്മുടെ പ്രേക്ഷകരോട് ഒരു ഹായ് പറഞ്ഞേക്ക് കേട്ടോ. ഓ സന്തോഷം. ഓ ശരി ശരി ശരി. നമ്മള് ഇന്നു വന്നിരിക്കുകയാണ്. കളഞ്ഞു മോനും മറ്റേ ബൈക്കൊക്കെ സുരാജ് ബജാറിനോട് ഇറങ്ങുന്നവരാണ്. എടാ ഞാൻ അവിടുന്ന് വരാൻ നല്ല ഇറക്കണ്ടേ? ഞാൻ എനിക്കൊന്നൊരു നീ താമസിച്ചിറങ്ങിട്ട് ഇതിന് കൂടുതൽ വർത്താനം. എടി എന്നെ 8:45 നീ വരുന്നത്, ഞാൻ 8:45 എത്തിയില്ലേ? എടി ആകെ ഇവിടെ പാളിപ്പരി കേസ് വേറെ ഒന്നുമല്ല. നീ ഇറങ്ങിയത് അത്രേ ഉള്ളൂ. മ്യൂസിക് നിങ്ങൾ തന്നെ കുറ്റപ്പെടുന്നത് അങ്ങനെ തന്നെ വ്ളോഗാ. ഞാൻ വ്ളോഗ് ഇടുന്നത് അത് സമ്മതിക്കില്ല. ശരിയാണല്ലോ. ആകെ നമുക്ക് പാളിപ്പ സാധനം എന്ന് പറഞ്ഞാൽ
നമുക്ക് ബോക്സ് ആക്കാൻ പറ്റില്ല സാധനം. നമ്മളിപ്പോ സാധനം കൊടുക്കുമ്പോൾ ഒരു ഗിഫ്റ്റ് എന്നുള്ള സ്കീമിൽ കൊടുക്കുമ്പോൾ ഒരു റേഞ്ച് ഇല്ലേ? ഇല്ല, സർപ്രൈസ് ആയിട്ട് തോന്നണായിരുന്നു. മര്യാദക്ക് 8 മണിക്ക് വരാനുള്ളതായിരുന്നു. 8 മണിക്ക് വന്നിട്ടാ നിങ്ങളപ്പോ എന്നെ പറഞ്ഞേ 8 മണിക്ക് ഞാൻ എത്തത്തില്ല. എടാ നീ എന്നാ പറഞ്ഞു 5 മണി കഴിഞ്ഞാൽ നീ ഇറങ്ങും. 5 മണി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 1.5 മണിക്കൂറുണ്ട്. 7 മണിക്ക് എത്തുന്നു നീ ആദ്യം പറഞ്ഞു. എന്നിട്ട് അടുത്ത് വ്ലോഗ് എടുക്കാൻ പോയില്ലേ? എടാ വ്ലോഗ് വരുമ്പോഴേ എടുക്കാൻ പറ്റത്തുള്ളൂ. എടാ ആനിവേഴ്സറിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. മറ്റേ എടാ ആ വ്ലോഗ് ഇന്ന് മാത്രം എടുക്കാനുള്ളൂ. ഇന്ന് വരുന്ന ടൈമിംഗ് ഒന്ന് ആ വ്ലോഗ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. എന്താണോ ഇല്ല, ഉടനെ തന്നെ വരുന്നതായിരിക്കും. നമ്മുടെ അഭിനവനെ പ്രാങ്ക് ചെയ്യുന്ന വ്ലോഗാണ്. മോസ്റ്റ് പ്രോബ്ലി ഈ വ്ലോഗായിരിക്കും ആദ്യം വരാൻ സാധ്യതയുള്ളത്. അത് കഴിഞ്ഞിട്ട് അഭിനവനെ പ്രാങ്ക് ചെയ്യുന്ന വ്ലോഗ്, അത് അടിപൊളി വ്ലോഗായിരിക്കും. നിങ്ങൾ എന്നെ മസ്റ്റ് വാച്ചാണ്, ഒരു രക്ഷയില്ലായിരിക്കും ആ സാധനം. നമ്മളങ്ങനെ റോയൽ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് പോയി നോക്കാം. എടാ ഒരു എണ്ണയില്ലേ, എണ്ണയുടെ പെട്ടി വരുന്നില്ലേ? നീ കണ്ടിട്ടുണ്ടോ എണ്ണയുടെ കൂടെ? ഇതെന്നാന്ന് ചോദിക്ക്. ഗൈസ് നമുക്ക് ഇത് കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. പെട്ടിയില്ലെന്നൊക്കെയാണ് പറഞ്ഞത്. നോക്കട്ടെ. നമുക്ക് ബോക്സ് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ഇത് പാത്രത്തിൽ ഇടാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എടാ ഇത് മേടിക്കാം ബ്രോ. ഇതിന് ക്യാപ്പ് ഉണ്ടോ? ഓൾ സെറ്റ്. എടുക്കാം നീ സാമാനം. യെസ് ഇതാണ് സാധനം. നമ്മൾ പൊതിയുന്നതായിരിക്കും. ഇപ്പം ഞാൻ സാധനം എടുത്തോട്ടെ. ഈ ബാഗിൻ്റെ സാധനമുണ്ട്. നമുക്കിപ്പോൾ ഈ സാധനം ഇതല്ല, ഈ ബാഗല്ല, ഇതിൻ്റെ അകത്താണ് സാധനം. അപ്പോൾ ഇതോടെ ഇട്ട് റാപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഇതിൻ്റെ സാധനം വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഓൾ സെറ്റ്. ഇനി പറഞ്ഞാൽ മൂട് പോകും. സാമൻ പറഞ്ഞതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അതുപോലത്തെ ഗിഫ്റ്റ് റാപ്പിംഗ് ആണ്, കരികൾ ചെയ്തിട്ടില്ലെന്നാണ് പറയപ്പെടുന്നത്. വളരെ മനോഹരം. തിരിച്ച് എൻ്റെ മോനെ ഇങ്ങനെ റാപ്പ് ചെയ്യാം. എന്തിനും ഏതിനും പരിഹാരം. കാർഡ്ബോർഡ് ബോക്സ് കിട്ടിയില്ല. സോ നമ്മളെന്താ ഒരു പാത്രം മേടിച്ച്. പാത്രം എന്താ മമ്മിക്ക് ഉപയോഗിക്കാം. അതിൻ്റെ അകത്ത് സാധനം എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. ഓൾ സെറ്റ്. പിന്നെ സെറ്റായി. ഓക്കെ ഗായ്സ്, എല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മളപ്പം പോവുകയാണ്. നമ്മൾ നിർണായകമായ ഒരു വഴിത്തിരിവിലേക്ക് നിർണായകമല്ല, നമ്മൾ ആ ക്ലൗഡ് കേക്ക്സ് തുറന്നിട്ടില്ലെങ്കിൽ മൂഞ്ചും. തുറന്നു കാണിക്കും. ഇവിടെ ഫ്രണ്ടിലൊരു മഞ്ഞ കളറൊക്കെ കാണുന്നുണ്ട്. ലോറിയാണ്. കട്ടപ്പന വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കട്ടപ്പനയുടെ കോളം എടുക്കട്ടെ ആദ്യം. ഹാഫ് ക്ലോസ്ഡ് ആണ്. നമുക്ക് എന്താണ് തൽക്കാലം എടുക്കാം. ബബ്ലിനെ എടുത്തല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതല്ലേ? എന്നാ ബബ്ലിനെ എടുത്തു. കേക്ക് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേക്ക് കിട്ടിയിരിക്കുകയാണ്. നമുക്ക് കേക്ക് എടുത്ത് യാത്രയാവാം. മിന്നു ചെയ്തോ? യെസ്, നമ്മുടെ ഇന്നത്തെ സ്പോൺസർ മിന്നു. കഴിഞ്ഞോ? ചിരിയാണ് സാറേ. പോട്ടെ താങ്ക്സ് സർ. പോട്ടെ തുറക്ക്. ഓക്കെ, വി ഗോട്ട് ദ കേക്ക്. വി ആർ ഗോയിങ് ഗൈസ്. അവരെ കട അടയ്ക്കാൻ പോവുകയാണ്. കൃത്യം, വളരെ കൃത്യം. എന്താ പറയണ്ടേ, അവര് നമുക്ക് വേണ്ടി ആ ഒരു കട തുറന്ന് വെച്ച പോലെ. കാരണം അവര് ഷോപ്പ് ക്ലോസ് ചെയ്യേണ്ട സമയം ആയിട്ടുണ്ട്. വളരെ കൃത്യം ടൈമിംഗ് ആയിരുന്നു. ഇങ്ങോട്ടാ മാറി. എന്റെ മോനെ വിശ്വാസമാണ് കേട്ടോ, ഒന്നും പറയാനില്ലായിരുന്നു. അപ്പൊ ഇന്ന് എന്തോ ദൈവാനുഗ്രഹം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സെറ്റ് ആയിട്ടത് എല്ലാം എക്സിക്യൂട്ട് ആയിരിക്കുകയാണ്. നിങ്ങൾ പ്ലാൻ പറ. ആരെങ്ങോട്ട് കയറിച്ചില്ല, ഒന്നും കയറത്തില്ലേ ഇല്ല. പിന്നെ അവിടെ ആരും തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇങ്ങനെ പറയാം, ഇങ്ങനെ ചെയ്യാം. മിന്നു പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചേട്ടായി കേക്കുമായിട്ട് പോവാ. ഞാനും മിന്നും കൂടെ ബൈക്കിൽ പയ്യെ ന്യൂട്രൽ ഇറങ്ങി ഞങ്ങൾ വരാം. ഓക്കെ, സെറ്റ് അല്ലേ? മിന്നു പറഞ്ഞേ. ഓക്കെ, അത് മതി. ഡൺ. ഓക്കെ, നമ്മൾ ചേട്ടായിട്ട് യാത്ര പറയുകയാണ്. യെസ്, നമ്മളങ്ങനെ എന്താ യെസ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. യെസ്, നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും നമുക്ക് വായിക്കാതെ മിന്നു ഇത് ചേട്ടായി പോയിരിക്കുകയാണ്. മിന്നു സാധനമായിട്ട് വരുന്നുണ്ട്. ക്യാമറ മിന്നുവിന് ഹാൻഡ് ഓവർ ചെയ്യണം. ഇനി മിന്നു ആയിരിക്കും വീഡിയോ എടുക്കാൻ പോണേ. ഗൈസ്, നമ്മളങ്ങനെ വീട്ടിലോട്ട് പോവാണ്. ഗൈസ്, നിങ്ങൾക്കൊന്നും കാണത്തില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വരത്തുള്ളൂ. ഇനി വണ്ടി നമുക്ക് ന്യൂട്രൽ ഇട്ടിട്ട് പയ്യെ പോവാം. ന്യൂട്രൽ പോവാം. യെസ്, അങ്ങ് വിദൂരതയിൽ നമുക്ക് അവരെ കാണാം കേട്ടോ. അയ്യോ, കാണത്തില്ല, നിങ്ങൾക്ക് കാണത്തില്ലെന്ന് എനിക്കറിയാം. എന്തായാലും നമുക്കിവിടെ വല്ല വണ്ടി വെച്ചത് നടന്നു പോകാം, അതായിരിക്കും നല്ലത്. അവര് കുരിശിരിക്കും. അതാണ് വീട്. നമ്മൾ വണ്ടി ഇവിടെ വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് അവർ കുരിശ് വരയ്ക്കുക. അയ്യോ, മമ്മി അവിടെ നിൽപ്പുണ്ട്. അയ്യോ, മമ്മി അവിടെ ഉണ്ട്. നമുക്ക് കയറിയാലോ പിന്നെ? കയറിയാലോ? നീ ഇളിച്ചോണ്ടിരിക്കല്ലേ അവിടെ?
ആയ്. പപ്പ അതേ മമ്മി അപ്പ ഒന്ന് ഞെട്ടിയിരിക്കുകയാണ് ചെറുതായിട്ട്. അപ്പ ചെറുതായിട്ട് ഞെട്ടിയിട്ടുണ്ട്. ഞാൻ കൈ കൊടുക്കാമെന്നായിരിക്കുന്നു. ഓ മോര് വീഴ്ചയോ. അപ്പൊ ചെറുതായിട്ടൊന്നും ഞെട്ടില്ലെന്ന് പറയാ. ആട്ടോ 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 ആട്ടോ. മമ്മിയുടെ മമ്മിക്കുമ്പോ മുഖം ഒന്ന് കാണിച്ചു. അയ്യോ എന്തൊരു സന്തോഷം. അപ്പൊ അങ്ങനെ ഗൈസ് നമ്മളൊരു സർപ്രൈസ് കൊടുത്തിരിക്കുകയാണ്. സർപ്രൈസ് ആയിട്ടുണ്ട്. അപ്പൊ സർപ്രൈസ് മാറി സർപ്രൈസ് എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. മമ്മി സർപ്രൈസ് ആയിട്ട് ഇതുവരെ ചിരി നിർത്തിയിട്ടില്ല. ഓ അവളുടെ ഉടുപ്പിനെ അമ്മ ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് പാത്രം ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ്. അൺബോക്സിംഗ് ഡൂഡ്. മമ്മിക്ക് ഇവിടെ കഷ്ടപ്പെട്ട് ഇത്ര ദൂരം വന്നിട്ട് മമ്മിക്ക് ചോദിക്കാനായിരുന്നു നാളെ അവന് ക്ലാസ്സില്ലെന്ന്. എങ്ങനെയാ മമ്മിക്ക് അങ്ങനെ ചോദിക്കാൻ സാധിക്കുന്നത്? നമുക്ക് ക്ലാസ്സാണ് കാര്യം. അപ്പോൾ നമുക്ക് നമ്മുടെ അമ്മ അപ്പനാണ് ഏറ്റവും വലുത്. അവരെ സന്തോഷിപ്പിക്കുക, അത്രേ ഉള്ളൂ. അതെ അതെ. പപ്പ അങ്ങനെ വന്നിരിക്കുകയാണ്. ഞാനൊരു ഷൂസൊക്കെ ഒന്ന് വരട്ടെ. എന്നതൊക്കെ ആടത്. അയ്യാ എന്തൊരു മമ്മി. ഓ മമ്മിയുടെ ചിരിയുണ്ടോ? അയ്യോ വല്ലപ്പോഴേ ഇങ്ങനെ കാണാറുണ്ട്. അതുകൊണ്ടാണ് ഗിഫ്റ്റ് അൺബോക്സിങ്. ഓ അയ്യോ എവിടെയുണ്ട് ഞങ്ങള്? നിന്നെ സമ്മാനം എടുത്തെടുത്തേ. ഓ പപ്പായി പപ്പായി. ഓ അടിപൊളി അടിപൊളി അടിപൊളി. അടിച്ചു കയറി വാ. അത് തുറന്നു നോക്കാം എന്നാന്ന്. അതിൻ്റെ അതൊന്നുമില്ല. അമ്മ ഇതാരും തുറന്നുണ്ട്. അതിന്റെ ഓ എന്റെ പൊന്നെ ടൈമിങ് ടൈമിങ്. ഒന്ന് കയ്യൊന്ന് ഇട്ട് നോക്കിയോ. വെറുതെ ഇതൊക്കെ രസമല്ലേ. വെട്ടിയൊക്കെ എടുത്തു മാറ്റി. ലൂസാണേലും എന്നെ ഒന്ന് ഇട്ടേ. വാച്ചിരുന്ന കർമ്മങ്ങളാണ്. അങ്ങനെ ഞെക്കിയാ മാത്രം മതി. വലിയ ലൈറ്റ് ഇല്ല. എന്നാ ലൈറ്റാ. ശരി ലൂസാ. ഒന്ന് ഇട്ട് വാ. നോക്കാം സൗന്ദര്യം ഉണ്ടോന്നൊക്കെ. ഓ മമ്മി ഇത് അത്ര പൂപ്ലാച്ചി ആയല്ലേ. എഴുതി വെച്ചാൽ എന്നാ നോക്ക്. ഇച്ചിരി ബ്രാൻഡ് സാധനം അതൊക്കെ. മമ്മിക്ക് അത്ര കുറഞ്ഞൊന്നുമല്ല. അതുപോലെ കാണാം. ഇച്ചിരി എക്സിക്യൂട്ടീവ് അങ്ങനെയൊക്കെ നടക്കണം. ഇല്ല വള്ളി അതിൻ്റെ അകത്തുണ്ട്. അരി ഇടാനൊരു പാത്രം. ഇതെന്നെ സംഭവം അറിയാം. ഇത് വേറൊന്നുമല്ല. നമുക്ക് കാർഡ്ബോർഡ് ബോക്സ് കിട്ടിയില്ല. അപ്പത്തേക്കും പെട്ടെന്ന് വന്ന ഐഡിയ. മമ്മിക്ക് ഒരു അരി ഇടാനുള്ള പെട്ടിയുമായി. അപ്പൊ നമ്മള് മമ്മിയുടെ ബാഗ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. കൊള്ളാണ്ടോ? നമ്മളെഴുതിയ ലാവിയെ ലക്സ് കൊള്ളാം. നല്ല അടിപൊളി സാധനമാണ്. നമ്മളിതിങ്ങനെ സിബൊക്കെ ഉണ്ട് കേട്ടോ. മോനുണ്ടോ? ഓ അപ്പൊ ജിജി നിർത്തിയിട്ടില്ല. വലിയ മുഴുവൻ ഏറ്റവും നിന്നേ ഒന്ന് ഏറ്റവും ഇങ്ങോട്ട് ഇട്ട് നോക്കുന്നു. എങ്ങനെ നോക്കി നേരെ ഇട്ടത് കയ്യില് മറ്റേതുപോലെ പിടിക്കുക. ഒരു 10 വയസ്സ് കുറഞ്ഞു കേട്ടോ. നിങ്ങൾ കഴിച്ചായിരുന്നോ? കഴിച്ചോ? മമ്മി കഴിക്കാമല്ലോ. മമ്മി നമുക്ക് കേക്ക് മുറിക്കാം. ബാ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അമൂല്യദാനങ്ങൾക്കായി വിശിഷ്യ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരിൽ ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകൾക്കും പോരായ്മകൾക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം മാപ്പ് അപേക്ഷിക്കുന്നു. ഞങ്ങൾ നവീകരിക്കുന്നു. ഞാൻ മാത്രം നവീകരിച്ചു. എടി പിന്നെ കേക്കിന്റെ ഒക്കെ ആരുടെ ഫോട്ടോ നീ പിന്നെ കാണുമോ?
നോക്കി ഇതിനകത്ത് കാണണ്ടേ? ഫോട്ടോ എടുത്തു ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ വീഡിയോ ഇങ്ങനെ എടുത്തോളാം. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടോ? അപ്പൊ ഗൈസ് നമ്മള് 30ാമത്തെ വെഡിങ് ആനിവേഴ്സറി കേക്ക് പറിക്കാൻ പോണത്. 30 കേക്ക് ഇനി ഇവിടുത്തെ എടുത്ത ഒരു വീട്ടിൽ ആ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു യു. 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 എല്ലാരും എല്ലാവർക്കും കൊടുക്കണം. ഇതിന്റെ ഷോർട്സ് ആരെടുക്കും? ഇനി എന്റെ തീവെടുക്കാം. നിന്നോട് മമ്മിക്കാ തരേണ്ടത്. ഇനി ഞാൻ തന്നെ എല്ലാരും കുറിച്ചോ ചോറിനണ്ട എല്ലാരും കഴിച്ചോ. യെസ്, അവിടെ വളരെ സന്തോഷത്തോടെ ഇരുന്ന് കേക്ക് കഴിക്കാണ്. അപ്പൊ ഞങ്ങള് പോയി ചോറിനട്ടെ. നടന്നുകൊണ്ട് ഒന്നും കഴിച്ചിട്ടില്ല. യെസ്, നമ്മൾ പാത്രത്ത് പോവുകയാണ്. യെസ്, മീൻ എടുക്കുന്നില്ല ചോദിച്ചേ. അപ്പൊ ഞാൻ മീൻ എടുത്ത് അത് എടി ഓഫീസ് ഒരു പീസ് പോലെ. ആ ഓക്കെ, എല്ലാരും മീൻ കഴിക്കും. അവിടെ എന്തോ അവർ ആടിയാണ്. പപ്പ ഒത്തിരി പീസ് കഴിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. കാണത്തില്ല. ആ അപ്പം ചോറ് ചെയ്യാൻ കഴിക്കട്ടെ. ചോറ് നല്ല മുട്ട വേണ്ടെങ്കിൽ എനിക്ക് പൊടി നോക്കിയിരുന്നാ നല്ല മുട്ട പൊളിക്കും. അപ്പൊ നമ്മള് ചോറ് എടുത്തിരിക്കുകയാണ്. അപ്പൊ എല്ലാരും അവിടെ അണിനിറന്നിരിക്കുകയാണ്. എല്ലാരും ഉണ്ട്. ഐ വിന്നു, അപ്പാണ്, അമ്മയോട്. ഓ അയ്യോ, ആ എല്ലാരും ഉണ്ട്. അപ്പൊ നമ്മളെല്ലാം ഫുഡ് കഴിക്കാൻ പോകണം. അപ്പൊ ഇതുപോലെ ഇനി മറ്റൊരു അടിപൊളി ഒരു വ്ലോഗുമായിട്ട് വരുന്നവരായിരിക്കും. ബൈ ബൈ ഗായ്സ്.